നമസ്കാരം. സൂരജ് വധക്കേസിൽ നീതി എത്തുന്നത് നീണ്ട 19 വർഷങ്ങൾക്ക് ശേഷമാണ്. BJP RSS പ്രവർത്തകനായ മുഴപ്പിലങ്ങാട് എളമ്പിലായി ചന്ദ്രന്റെ മകൻ സൂരജിനെ രാഷ്ട്രീയ വിരോധം വെച്ച് മനഃപൂർവ്വം കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി 2005 ആഗസ്റ്റ് 5-ന് CPM നേതാക്കന്മാരായ പ്രഭാകരൻ മാസ്റ്റർ, KV പത്മനാഭൻ, മന്തമ്പേത്ത് രാധാകൃഷ്ണൻ, തെക്കുംപാടൻ പൊയിൽ രവീന്ദ്രൻ എന്നിവർ മുഴപ്പിലങ്ങാട് കുളംബസാറിലുള്ള ലോട്ടറി സ്റ്റാളിനടുത്ത് വെച്ചും കൂടക്കടവ് കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിനകത്ത് വെച്ചും ഗൂഢാലോചന നടത്തി. സൂരജിനെ കൊല ചെയ്യാൻ PK ഷംസുദ്ദീനെ ചുമതലപ്പെടുത്തി. കുറ്റകൃത്യം ഏറ്റെടുത്ത ഷംസുദ്ദീൻ NV യോഗേഷിനെയും ഷംജിത്തിനെയും PM മനോരാജിനെയും ഏർപ്പാടാക്കി. മനോരാജ് TK രജീഷിനെയും ചുമതലപ്പെടുത്തിയ ശേഷം 2005 ഓഗസ്റ്റ് 7-ന് രാവിലെ 8:40-ന് മഴു, വാള് തുടങ്ങിയ മാരക ആയുധങ്ങളുമായി നെയ്യോത്ത് സജീവൻ ഓടിച്ച KL13 E4587 ഓട്ടോറിക്ഷയിൽ മുഴപ്പിലങ്ങാട് FCI ജംഗ്ഷനിലെത്തി. ആയുധങ്ങളുമായി പ്രതികളെ കണ്ട് വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ സൂരജ് BSNL ടെലിഫോൺ എക്സ്ചേഞ്ചിനടുത്തുള്ള മയിൽക്കുറ്റിയിൽ തട്ടി വീഴുകയും വെട്ടട കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് യോഗേഷ് സൂരജിന്റെ കഴുത്തിന് ആഞ്ഞു വെട്ടുകയും പിന്നാലെ ഓടിയെത്തിയ TK രജീഷ് മഴുകൊണ്ട് തലയ്ക്ക് വെട്ടുകയും ഷംസുദ്ദീൻ, ഷംജിത്ത്, മനോരാജ് എന്നിവർ വാളുകൊണ്ട് ശരീരമാസകലം വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. പുതിയപുരയിൽ പ്രദീപൻ പ്രതികളെ ഒളിവിൽ താമസിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 2012-ൽ TK രജീഷിനെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അറസ്റ്റ് ചെയ്ത സമയത്താണ് സൂരജ് വധക്കേസിൽ താനും നാരായണൻ എന്ന മനോരാജും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കുറ്റസമ്മത മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ K ദാമോദരൻ, TK രത്നകുമാർ എന്നിവർ കേസ് പുനരന്വേഷിക്കുകയും പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തു. ശിക്ഷിക്കപ്പെട്ട 5-ാം പ്രതി PM മനോരാജ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരനാണ്. TP ചന്ദ്രശേഖരൻ കേസിൽ ജയിലിൽ കിടക്കുന്ന TK രജീഷ്, പാനൂർ വിനയൻ വധക്കേസിലെ പ്രതിയും RSS ജില്ലാ ശാരീരിക് ശിക്ഷൺ പ്രമുഖ് കതിരൂർ മനോജിനെയും പിണറായിയിലെ പ്രേംജിത്തിനെയും വധിക്കാൻ ശ്രമിച്ച കേസിലെയും പ്രതിയാണ്. കേസിൽ 42 സാക്ഷികളിൽ 28 സാക്ഷികളെ വിസ്തരിക്കുകയും 51 രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. കണ്ണൂർ സിറ്റി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന K ദാമോദരനാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം നൽകിയത്. TK രത്നകുമാർ തുടരന്വേഷണം നടത്തി 2 പേരെ കൂടി പ്രതി ചേർത്തു. കോടതി വിധി അറിയാൻ CPM BJP പ്രവർത്തകരും നേതാക്കളും കോടതിയിലെത്തിയിരുന്നു. സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 9 CPM പ്രവർത്തകരെയാണ് തലശ്ശേരി കോടതി ശിക്ഷിച്ചത്. തലശ്ശേരി സെഷൻസ് ജഡ്ജി നിസാർ അഹമ്മദാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി 8 പേർക്ക് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയും, പ്രതികളെ ഒളിപ്പിച്ചുവെന്ന കുറ്റത്തിന് 11-ാം പ്രതിക്ക് 3 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചത്. നഷ്ടപരിഹാര തുക സൂരജിന്റെ അമ്മ സതിക്ക് നൽകണം, ഇല്ലെങ്കിൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് P പ്രേമരാജനാണ് ഹാജരായത്. 2005 ഓഗസ്റ്റ് 7-ന് രാവിലെ 8:30 മണിയോടെ മുഴപ്പിലങ്ങാട് ടെലിഫോൺ ഭവന് സമീപത്ത് വെച്ചായിരുന്നു കൊലപാതകം. കേസിലെ 2 മുതൽ 9 വരെയുള്ള പ്രതികൾക്കാണ് ജീവപര്യന്തം. കേസിലെ 1-ാം പ്രതി ഷംസുദ്ദീൻ, 12-ാം പ്രതി പെരളശ്ശേരി കിലാലൂരിലെ TP രവീന്ദ്രൻ എന്നിവർ വിചാരണ വേളയിൽ മരിച്ചിരുന്നു. 10-ാം പ്രതി നാഗത്താൻ കോട്ടയിലെ പ്രകാശിനെ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി പോലീസ് വെറുതെ വിട്ടിരുന്നു. കേസിലെ 2-ാം പ്രതി പത്തായക്കുന്ന് സ്വദേശിയായ TK രജീഷ്, കൊളശ്ശേരി കാവംഭാഗം കോമത്തുപാറ പുതിയടത്ത് NV യോഗേഷ്, എരഞ്ഞോളി അരങ്ങീറ്റുപറമ്പ് കണ്ടിൻ ഷംജിത്ത് എന്ന ജിത്തു, കൂത്തുപറമ്പ് നരൂർ പഴയ റോഡിൽ പുത്തലത്ത് മമ്മാലി വീട്ടിൽ PM മനോരാജ് എന്ന നാരായണൻകുട്ടി, മുഴപ്പിലങ്ങാട് വാണിന്റെ വളപ്പിൽ നെയ്യോത്ത് സജീവൻ, മുഴപ്പിലങ്ങാട് പന്നിക്കാൻ്റെ പ്രഭാകരൻ മാസ്റ്റർ, മുഴപ്പിലങ്ങാട് ബീച്ച് റോഡിൽ പുതുശ്ശേരി വീട്ടിൽ PV പത്മനാഭൻ എന്ന ചോയി പപ്പൻ, മുഴപ്പിലങ്ങാട് കരിയില വളപ്പിൽ മമ്പന്തേത്ത് രാധാകൃഷ്ണൻ എന്ന ബാങ്ക് രാധാകൃഷ്ണൻ, സോപാനത്തിൽ പുതിയവരയിൽ പ്രദീപൻ എന്നിവരെയാണ് കോടതി 147, 148, 302, 120B വകുപ്പ് പ്രകാരം കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. എടക്കാട് കണ്ടത്തിൽ മൂല നാഗത്താൻകോട്ട പ്രകാശിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിടുകയായിരുന്നു. 11-ാം പ്രതി പ്രദീപിനെയാണ് കൊലപാതക കേസിലെ പ്രതികളെന്ന് അറിഞ്ഞിട്ടും സംരക്ഷിച്ചതിന് കോടതി 3 വർഷം കഠിന തടവിനും 20,000 രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത്. കോടതി വിധിയിൽ സംതൃപ്തിയുണ്ടെന്നും 10-ാം പ്രതി നാഗത്താൻകോട്ടയിൽ പ്രകാശിനെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകുമെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P പ്രേമരാജൻ മാധ്യമങ്ങളോട് അറിയിച്ചു. അതേസമയം കുറ്റവാളികളായവരെ രക്ഷിക്കാൻ മേൽക്കോടതിയെ സമീപിക്കാനാണ് CPM ശ്രമം.